ഗരുഡൻകാവ് ക്ഷേത്രം. ഭാരതത്തിലെ തന്നെ ഏക ഗരുഡക്ഷേത്രമാണ്. മലപ്പുറം ജില്ലയിൽ ആലത്തിയൂരിനടുത്ത് വെള്ളാമശ്ശേരി ഗരുഡൻകാവ്. കേരളത്തിലെ ഗരുഡ പ്രതിഷ്ഠയുള്ള ഏക ക്ഷേത്രമാണ് വെള്ളാമശ്ശേരി ദേവസ്വം ഗരുഡൻകാവ് ക്ഷേത്രം. സർപ്പദോഷ പരിഹാരാർത്ഥമുള്ള വഴിപാടുകൾക്കാണ് ഇവിടെ പ്രാധാന്യം. പ്രധാനമായിട്ട് 4 ദേവന്മാരുണ്ട്: മഹാവിഷ്ണു, ഗരുഡൻ, ശിവൻ, ശങ്കരനാരായണൻ. അതിൽ ഗരുഡനുള്ള വഴിപാടുകളാണ് സർപ്പദോഷ പരിഹാരാർത്ഥമായിട്ട് നടത്തുന്നത്. അതിൽ പ്രധാനമായിട്ട് സർപ്പദോഷ പരിഹാര പൂജയുണ്ട്, മഞ്ഞപ്പായസമുണ്ട്, പാലും പൊടിയുണ്ട്, ഗരുഡ പഞ്ചാക്ഷരി പുഷ്പാഞ്ജലിയുണ്ട്. അങ്ങനെയുള്ള ഒരുപാട് പാമ്പും മുട്ടിയും സമർപ്പിക്കലുണ്ട്. അങ്ങനെയുള്ള ഒരുപാട് വഴിപാടുകൾ സർപ്പദോഷവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുണ്ട്. ഞാൻ അമ്പലത്തിൽ വന്നത് സർപ്പദോഷമൊക്കെ തീരാൻ വേണ്ടിയിട്ടാണ്. നല്ല അടിപൊളി അമ്പലമാണ്. പ്രകൃതി തന്നെയാണെങ്കിലും നല്ല രസമാണ്. ഇവിടെ വരുമ്പോൾ നല്ലൊരു പോസിറ്റീവ് എനർജി കിട്ടും. കുറേ ദേവീക്ഷേത്രങ്ങളിലും ഒക്കെ പോയിട്ടുണ്ട്. ആയിട്ടാണ് ഇങ്ങനെ ഗരുഡൻകാവിക്ക് വരുന്നത്. പറക്കുവാൻ നിൽക്കുന്ന രൂപത്തിലാണ് ഇവിടെ ഗരുഡനെ ആരാധിക്കുന്നത്. ഏകദേശം 1800 വർഷത്തിലധികം പഴക്കം ഈ ക്ഷേത്രത്തിനുണ്ട് എന്നാണ് കരുതപ്പെടുന്നത്. മഹാവിഷ്ണുവിൻ്റെ തിരുവോണ പൂജയുണ്ട്, പാൽപ്പായസം, അതേപോലെ സഹസ്രനാമ പുഷ്പാഞ്ജലി. ഇങ്ങനെയുള്ള കുറേ വഴിപാടുകൾ മഹാവിഷ്ണുവിനും. പ്രധാനമായിട്ട് 4 ദേവന്മാർ: മഹാവിഷ്ണു, ഗരുഡൻ, ശിവൻ, ശങ്കരനാരായണൻ എന്നിവരാണ്. അതിൽ ഗരുഡനുള്ള വഴിപാടുകളാണ് സർപ്പദോഷവുമായിട്ട് ബന്ധപ്പെട്ടിട്ട് പ്രധാനമായിട്ടുള്ളത്. പിന്നെ ത്വക്ക് രോഗങ്ങളിലൊക്കെ ശമനത്തിന് വേണ്ടിയിട്ട് ചേന സമർപ്പിക്കുക എന്ന് പറയുന്നൊരു വഴിപാടുണ്ട്. ചിലർ ചേന കൊണ്ടുവന്ന് സമർപ്പിക്കും. ചിലവരവിടെ നടക്കിലിരിക്കുന്ന ചേന തന്നെ ഉഴിഞ്ഞു വെച്ചിട്ട് ഭണ്ണാരത്തിൽ പൈസയിടും. അതേപോലെ ഗരുഡ പഞ്ചാക്ഷരി എണ്ണ ത്വക്ക് രോഗ സംബന്ധമായിട്ടുള്ള ശമനത്തിന് വേണ്ടിയിട്ടുള്ള ഒരു വഴിപാടാണ് ഗരുഡ പഞ്ചാക്ഷരി മന്ത്രം ജപിച്ചിട്ടുള്ള എണ്ണ.
ഗരുഡൻ എന്ന് പറഞ്ഞൊരു പക്ഷി മരം കൊണ്ടുണ്ടാക്കിയതാണ് ഒരു ആശാരി. വട്ടത്ത് രാജാവിന് കാഴ്ച വെച്ചതാണ്. കാഴ്ച വെച്ചപ്പോൾ രാജാവ് ചോദിച്ചത് എന്തിനാണ്ട് വന്ന്. അത് പാദവൃദ്ധിയുള്ള പെണ്ണ് തൊട്ടാൽ പറക്കുന്ന. അപ്പോൾ തമ്പുരാൻ്റെ അമ്പലത്തിൽ നല്ല ഉത്തമമുള്ള ആളല്ലേ, വീട്ടിൽ തൊട്ട് പറഞ്ഞില്ല. അപ്പോൾ ഈ ആശാരിയുടെ ഭാര്യ വെള്ളം മുക്കണം. പകുതി വൈക്ക വിട്ട് വേഗം വിളിച്ചപ്പോൾ പകുതി വൈക്ക അവിടെ വിട്ടുമല്ലോ. ആ പാളയും കയറും പകുതി വൈക്ക നിന്ന് വെള്ളം കൂടി അവൾ വന്ന് തൊട്ട് പറഞ്ഞു. അന്ന് വീണതാണ്. ഇവിടെ ദീർഘക്കുഴി എന്ന് പറഞ്ഞൊരു കുളമുണ്ട്, അതിൽ ആമര പുറത്താണ് മൂപ്പര് വന്ന് വീണത്. അതാണ് വെള്ളാമശ്ശേരി. വെള്ളാമയാണ് മൂപ്പര വാഹനം. നാഗങ്ങളെ എവിടെങ്കിലും ശല്യം ഉണ്ടെങ്കിൽ അവർ ആ നാഗത്തെ പിടിച്ചിട്ട് ഗരുഡൻകാവിൽ കൊണ്ടുവന്ന് വിടുന്ന ഒരു ഇത് ഉണ്ട് ഇവിടെ. മഹാവിഷ്ണുവിൻ്റെ വാഹനമാണ് ഗരുഡൻ. ആ ഗരുഡനാണ് ഇവിടെ മെയിൻ പ്രതിഷ്ഠ. ആദിയും അവസാനവും അടയാളപ്പെടുത്തിയിട്ടില്ലാത്ത ദൈവമായാണ് ഗരുഡനെ കണക്കാക്കുന്നത്. സർപ്പങ്ങളുടെ ശത്രുവായ ഗരുഡനെ ഈ ക്ഷേത്രത്തിലെത്തി പ്രാർത്ഥിച്ചാൽ സർപ്പഭയം മാറുമെന്നും സർപ്പങ്ങൾ ഉപദ്രവിക്കുവാൻ എത്തില്ല എന്നും ഭക്തജനങ്ങൾ വിശ്വസിക്കുന്നു. സർപ്പദോഷങ്ങൾക്കുള്ള വഴിപാടുകൾക്ക് പുറമെ ത്വക്ക് രോഗങ്ങൾ, വായ്പുണ്ണ്, ചൊറി, ചിരങ്ങ്, പാണ്ട് മുതലായ രോഗങ്ങൾ മാറുവാനും ഇവിടെ എത്തി പ്രാർത്ഥിച്ചാൽ മതിയെന്നുമാണ് വിശ്വാസം. വെട്ടത്ത് രാജാവുമായിട്ട് ബന്ധപ്പെട്ട ഒരു ഐതിഹ്യമാണ് ഗരുഡൻ്റെ പ്രതിഷ്ഠയുമായിട്ടുള്ളത്. വെട്ടത്ത് രാജാവ് ഭരിച്ചിരുന്ന കാലത്ത് പെരുന്തച്ചൻ വെട്ടത്ത് രാജാവിനൊരു പക്ഷിയുടെ രൂപം കൊണ്ടുപോയി ഉപഹാരമായി കൊടുത്തു. ജീവൻ മുറ്റി നിൽക്കുന്ന തരത്തിലുള്ള ആ പക്ഷിയുടെ രൂപം കണ്ടപ്പോൾ രാജാവ് ഇതിന് ജീവനുണ്ടായിരുന്നെങ്കിൽ എന്നൊരു ആഗ്രഹം പ്രകടിപ്പിച്ചു. അപ്പോൾ പെരുന്തച്ചൻ പറഞ്ഞു, പതിവ്രതയായിട്ടുള്ളൊരു സ്ത്രീ ഇതിൻ്റെ മുകളിൽ സ്പർശിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിന് ജീവൻ വരും എന്ന് പറഞ്ഞു. പെരുന്തച്ചൻ്റെ ഭാര്യ തന്നെ ആ പക്ഷിയുടെ മേലെ സ്പർശിച്ചപ്പോൾ അത് ചിറക് വിടർത്തി, അതിന് ജീവൻ വരികയും അത് ചിറക് വിടർത്തി പറന്ന് ഇപ്പോൾ ഈ ഇടങ്കാവ് അമ്പലത്തിൻ്റെ അടുത്തുള്ള ഒരു തീർത്ഥക്കുളം എന്ന് പറയുന്ന ഒരു കുളമുണ്ട്, അതിലൊരു വെള്ള ആമയുടെ പുറത്ത് വന്നിട്ട് ഇരിക്കുകയും ചെയ്തു. രാജാവ് അന്ന് മഹാവിഷ്ണുവിൻ്റെ ക്ഷേത്രം ഇവിടെ ഉണ്ട്. രാജാവ് പരിവാര സമേതം വന്നിട്ട് ഗരുഡൻ്റെ പ്രതിഷ്ഠയും കൂടെ മഹാവിഷ്ണുവിൻ്റെ പുരോഭാഗത്തായിട്ട് ഗരുഡൻ്റെ പ്രതിഷ്ഠയും കൂടെ നടത്തി എന്നാണ് പറയുന്നത്. മഹാവിഷ്ണു കിഴക്കോട്ട് അഭിമുഖമായിട്ടാണ് മഹാവിഷ്ണുവെ പ്രതിഷ്ഠിച്ചിരിക്കുന്നത്. അതേ ശ്രീകോവിൽ തന്നെ അപ്പുറത്ത് പടിഞ്ഞാട്ട് അഭിമുഖമായിട്ട് ഗരുഡനെയും പ്രതിഷ്ഠിക്കുകയും ചെയ്തു. അപ്പോൾ വെട്ടത്ത് രാജാവുമായിട്ട് ബന്ധപ്പെട്ടതാണ് ഈ കഥയുടെ ഐതിഹ്യം.
വെള്ളാമകൾ ഒരുപാടുള്ള ഒരു പ്രദേശമാവുകൊണ്ട് വെള്ളാമ ചേരി എന്നാണ് വെള്ളാമകളുടെ ചേരി പ്രദേശം എന്നാണ് ഇതിൻ്റെ പേര്. അത് പിൽക്കാലത്ത് ലോപിച്ച് വെള്ളാമശ്ശേരി എന്നായി മാറി. ഈ ക്ഷേത്രം നിലനിൽക്കുന്ന സ്ഥലം വെള്ളാമശ്ശേരി എന്ന് പറയുന്ന സ്ഥലമാണ്. ക്ഷേത്രത്തിലേക്ക് എത്തുമ്പോൾ ശ്രീകോവിലിൽ മഹാവിഷ്ണുവിൻ്റെ ദശാവതാരമാണ് പ്രതിഷ്ഠയായി ഉള്ളത്. ഇതിനു പിറകിലായി ഗരുഡ പ്രതിഷ്ഠ. ക്ഷേത്രത്തിൻ്റെ ദർശനം പടിഞ്ഞാറ് ഭാഗത്തേക്കാണ്. ഭഗവതി, ശാസ്താവ്, ഭദ്രകാളി, ഗണപതി എന്നീ ദേവതകളാണ് ഉപദേവതകൾ. ശങ്കരനാരായണൻ്റെയും പ്രതിഷ്ഠ ഇവിടെ കാണാൻ കഴിയും. മണ്ഡലകാലം ഇവിടെ ഏറെ പ്രാധാന്യമുള്ളതാണ്. ഈ സമയത്ത് നാഗങ്ങൾ മനുഷ്യരൂപമായി മാറി ക്ഷേത്രത്തിലെത്തുമെന്ന് പറയപ്പെടുന്നു. ഞായറാഴ്ച ദിവസമാണ് ഗരുഡ ഭഗവാനെ പൂജിക്കാൻ ഏറെ ഉത്തമമായി കണക്കാക്കുന്നത്. 3 ഞായറാഴ്ചകൾ മുടങ്ങാതെ വന്ന് പ്രാർത്ഥിച്ചാൽ ഒരു വർഷത്തെ ദർശനത്തിന് സമം എന്ന് പറയപ്പെടുന്നു. മഞ്ഞപ്പായസമാണ് ഇവിടുത്തെ പ്രധാന വഴിപാട്. കേരളത്തിൻ്റെ നാനാഭാഗങ്ങളിൽ നിന്നും സർപ്പദോഷ പരിഹാരത്തിനായി ധാരാളം ഭക്തർ ഈ ക്ഷേത്രത്തിൽ എത്താറുണ്ട്. പക്ഷിരാജനായ ഗരുഡനെ പ്രസാദിപ്പിക്കുന്നതിലൂടെ പക്ഷിപീഡകൾക്കും ശമനം ലഭിക്കും. പക്ഷികൾ മൂലമുണ്ടാകുന്ന കൃഷിനാശങ്ങൾക്കും പരിഹാരം കാണുവാൻ ധാരാളം ഭക്തർ ഇവിടെ എത്തിച്ചേരുന്നു. മലപ്പുറം ജില്ലയിലെ തിരൂരിൽ നിന്നും ചമ്രവട്ടത്തേക്ക് പോകുന്ന പാതയിലൂടെ ക്ഷേത്രത്തിലെത്താം. തിരൂർ ബസ് സ്റ്റാൻഡിൽ നിന്നും 7 കിലോമീറ്ററും തിരൂർ റെയിൽവേ സ്റ്റേഷനിൽ നിന്നും 6.5 കിലോമീറ്ററുമാണ് ക്ഷേത്രത്തിലേക്കുള്ള ദൂരം.
സംസ്കാരത്തിൻ്റെയും പൈതൃകത്തിൻ്റെയും അക്ഷയഖനികളാണ് ക്ഷേത്രങ്ങൾ. അവയിൽ ഒരു ജനതയുടെ ജീവിതവും സംസ്കാരവും പാരമ്പര്യവും ഇഴചേരുന്നു. ശതത്തെ ത്രാണനം ചെയ്യുന്നത് ക്ഷേത്രം എന്നതാണ് പ്രമാണം. അതായത് മനസ്സിൻ്റെ മുറിവുകളെ, വ്യഥകളെ ഇല്ലായ്മ ചെയ്യുന്ന പുണ്യസ്ഥാനമാണ് ക്ഷേത്രം. ദേഹം ദേവാലയമായി ചിത്രീകരിച്ചാൽ ജീവൻ ആ ദേവാലയത്തിൻ്റെ ദേവനാണ്. ദേഹത്തിൽ എങ്ങനെയാണോ ജീവൻ, അതുപോലെയാണ് ക്ഷേത്രത്തിൽ ദേവചൈതന്യം. ക്ഷേത്രാരാധനയുടെ പ്രാഥമ ലക്ഷ്യം അവനവനിൽ കുടികൊള്ളുന്ന ഈശ്വര ചൈതന്യത്തെ ഉണർത്തുകയാണ്. ഈശ്വരൻ്റെ അടയാളമായ ക്ഷേത്രം, അതിലെ വിഗ്രഹം, ദീപം മുതലായവ ദർശിക്കുന്നത് നമ്മുടെ കണ്ണുകളെയും ചന്ദനം, ചന്ദനത്തിരി, കർപ്പൂരം എന്നിവയുടെ സുഗന്ധം നമ്മുടെ മൂക്കിനെയും, പ്രസാദം, തീർത്ഥം എന്നിവ സേവിക്കുന്നതും ഈശ്വര മന്ത്രം ജപിക്കുന്നതും നമ്മുടെ നാവിനെയും ശംഖനാദം, മണിനാദം, മന്ത്രധ്വനി, സോപാന സംഗീതം മുതലായവ നമ്മുടെ ചെവികളെയും, ചന്ദനം, ഭസ്മം, തീർത്ഥം എന്നിവ നെറ്റിയിലും ശരീരത്തിലും ലേപനം ചെയ്യുന്നത് നമ്മുടെ ത്വക്കിനെയും ലൗകിക അസാൻമാർഗിക വിഷയങ്ങളിൽ നിന്നും താൽക്കാലികമായി എങ്കിലും പിന്തിരിപ്പിച്ച് ഈശ്വര സങ്കല്പത്തിൽ ലയിപ്പിക്കുന്നു. കാലം ചെല്ലുമ്പോൾ ക്ഷേത്രദർശനം കൂടാതെ തന്നെ മനസ്സ് ഈശ്വരനിൽ എല്ലായ്പ്പോഴും വർത്തിക്കുന്ന സ്ഥിതിവിശേഷം ഉണ്ടാകുകയും ക്ഷേത്രത്തിൽ മാത്രമല്ലാതെ സർവചരാചരങ്ങളിലും അവസാനം സ്വയം തന്നിലും സർവ്വവ്യാപിയായും പരമാത്മാവുമായ ഈശ്വരൻ്റെ വിശ്വരൂപം ദർശിച്ച് മനുഷ്യൻ മുക്തനാവുകയും ചെയ്യുന്നു. ഇതാണ് ക്ഷേത്ര സങ്കല്പത്തിൻ്റെ പ്രാധാന്യം. ശാസ്ത്രപ്രകാരം ഏറ്റവും അനുയോജ്യമായ സ്ഥലത്ത് പണിത് ദേവപ്രതിഷ്ഠ നടത്തിയ ക്ഷേത്രങ്ങൾ ഒരു നാടിൻ്റെ ജീവൽ നാഡിയാണ്. ഷഡാധാരക്രിയയിലൂടെയാണ് ക്ഷേത്ര നിർമ്മാണവും വിഗ്രഹപ്രതിഷ്ഠയും നിർവഹിക്കുന്നത്. വിഗ്രഹമെന്നാൽ വിശേഷാൽ ഗ്രഹിക്കുന്നതാണെന്നാണ് അർത്ഥം. താന്ത്രിക വിധി ഏറ്റവും കൃത്യമായി പാലിക്കപ്പെട്ട് പ്രതിഷ്ഠിക്കുന്ന വിഗ്രഹത്തിൽ ദേവചൈതന്യം കുടിയേറും.